സുഹൃത്തുക്കളെ, കേരള സംസ്ഥാനത്തിന് എല്ലാ സംസ്ഥാനത്തിനും മന്ത്രിസഭകളുണ്ട്. മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. മന്ത്രിസഭയിൽ മന്ത്രിസഭാംഗങ്ങൾ ഉണ്ട്. അത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുമുണ്ട്. കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ രണ്ടാം മന്ത്രിസഭയിൽ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. 3 സ്ത്രീകളുണ്ട് കേരളത്തിലെ മന്ത്രിസഭയിൽ. അതിലൊന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഒന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, ഒന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി. ആ 3 മന്ത്രിമാരോട് 3 വനിതാ മന്ത്രിമാർ ഇരിക്കുന്ന ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു പുരുഷ മന്ത്രിയുണ്ട്. അവൻ്റെ പേരാണ് KB ഗണേഷ് കുമാർ. ആരാണവൻ? അവൻ ആരാണ്? എന്താണ് അവൻ്റെ പണി? അവനിപ്പോൾ രാജിവെക്കണ്ട എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പണി എന്താ? ഈ വനിതാ മന്ത്രിമാർ ഒന്ന് ചിന്തിക്കണ്ടേ? അവനെക്കുറിച്ച് ഇപ്പോൾ മാത്രമാണ് നമ്മൾ പറയേണ്ടത്. അവൻ 2013 ചെയ്തത് എന്താ? ഞാൻ ഈ വനിതാ മന്ത്രിമാരോടാണ് ഞാൻ പറയുന്നത്. അവൻ 2013 സോളാർ പരാതിക്കാരിയുമായി ബന്ധം സ്ഥാപിച്ച് അവരിൽ അവിഹിത ബന്ധം സ്ഥാപിച്ച് അവരിൽ ഇവനൊരു കുട്ടിയുണ്ട് എന്ന് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ലേ? വനിതാ മന്ത്രിമാർക്ക് അറിയാൻ പാടില്ലെങ്കിൽ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള CBIയുടെ അന്വേഷണ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഇവന് സോളാർ പരാതിക്കാരിയിൽ അവിഹിതമായി ഒരു കുട്ടിയുണ്ടെന്ന്. അവനോടൊപ്പമാണ് നിങ്ങളിപ്പോൾ 1 വർഷക്കാലമായി ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. ഇനി അവൻ്റെ പണിയെന്താ? അവൻ്റെ ഭാര്യയെ ചെയ്തതെന്താ? യാമിനി തങ്കച്ചി എന്ന് പറഞ്ഞ ഡോക്ടർ, അവർ ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖ സംഭാഷണമുണ്ട്. അത് ഈ വനിതാ മന്ത്രിമാരൊന്ന് കേൾക്കണം. അവരതിനകത്ത് പറയുന്നത് എന്താ? ഒരു ദിവസം ഈ സോളാർ പരാതിക്കാരിയുടെ ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ മന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് മേടിക്കുന്നു. 6 മണിക്ക് മന്ത്രിഭവനത്തിൽ വരുന്നു. അപ്പോൾ മന്ത്രി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ മന്ത്രിയുടെ ഭാര്യ യാമിനി തങ്കച്ചിയുണ്ട്. യാമിനി തങ്കച്ചിയോട് ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് ഈ സോളാർ പരാതിക്കാരിയായിട്ടുള്ള അവിഹിത ബന്ധത്തിന് മുഴുവൻ വിശദാംശങ്ങളും ഈ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ് അവർ തലപെരുത്ത് ഇരിക്കുമ്പോഴാണ് അവരുടെ ഭർത്താവായിട്ടുള്ള ഗണേഷ് കുമാർ മന്ത്രിഭവനത്തിലേക്ക് വരുന്നത്. 2013 നടന്ന സംഭവമാണ്. വന്ന് ഈ ബിജു രാധാകൃഷ്ണൻ ഗണേഷ് കുമാറിനോട് നിങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് അവിഹിത ബന്ധമില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഔട്ട്റൈറ്റ് ആയിട്ട് ഈ മന്ത്രി ഇത് മുഴുവൻ നിഷേധിച്ചു. അയാൾ പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാന്ന്. അപ്പോൾ ബിജു രാധാകൃഷ്ണൻ എന്ത് ചെയ്തു? ബിജു രാധാകൃഷ്ണൻ തൻ്റെ ഭാര്യയുമായി എന്നൊക്കെ ബന്ധപ്പെട്ടു, തൻ്റെ ഭാര്യയുമായി ഏതൊക്കെ ഫ്ലാറ്റിൽ പോയി, തൻ്റെ ഭാര്യയുമായി ഏതൊക്കെ വാഹനങ്ങളിൽ പോയി, തൻ്റെ ഭാര്യയുമായിട്ട് ഫ്ലാറ്റിൽ കയറിയ സമയം, ഇറങ്ങിയ സമയം, ഇതെല്ലാം പറഞ്ഞിട്ട് ബിജു രാധാകൃഷ്ണൻ ഈ ഗണേഷ് കുമാറിനോട് ചോദിച്ചു, ഇനി നിങ്ങളും സോളാർ പരാതിക്കാരിയായിട്ട് കിടപ്പുമുറിയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പറയണോ എന്ന് ഗണേഷ് കുമാറിനോട് ചോദിക്കുമ്പോൾ അയാളുടെ ഭാര്യ തൊട്ടപ്പുറത്ത് കേട്ട് തലപെരുത്തിരിക്കുകയാണ് യാമിനി തങ്കച്ചി. അവർ ഡോക്ടറാണ്. അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗണേഷ് കുമാറിനെ ഇയാൾ ഭൗതികമായി തന്നെ കൈകാര്യം ചെയ്തു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പോയി. ഭാര്യ 1-ാം നിലയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഭാര്യ താഴെ വന്നു. അവർ ആകെ തകർന്നിരിക്കുകയായിരുന്നു. അവർ വന്ന് എന്താണ് ഞാൻ ഈ കേൾക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ മന്ത്രിയായ UDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ എന്താ ചെയ്ത്? പോയിട്ട് മുറി വാതിലടച്ച് കുറ്റിയിട്ടിട്ട് വന്നിട്ട് അതിക്രൂരമായിട്ടല്ലേ ഈ യാമിനി തങ്കച്ചിയെ മർദ്ദിച്ചത്. അത് അവർ യൂട്യൂബ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഈ മന്ത്രിമാർ 3 പേരും കൂടെ അതൊന്ന് കേൾക്കണം. അവരുടെ പെടലിക്കൊക്കെ പിടിച്ച് ഞെക്കി കൊല്ലാറാക്കി. അവർ താൻ കൊല്ലപ്പെടുമോ എന്ന് വരെ പേടിച്ചു. ഒരു വിധത്തിൽ ചാടി പുറത്തു വന്നിട്ടാണ് ആ കാര്യങ്ങളെല്ലാം വന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. അന്ന് സിന്ധു സൂര്യകുമാറിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അതൊന്ന് കേൾക്കണം ഈ വനിതാ മന്ത്രിമാർ. അന്ന് അയാൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളുമായി രംഗത്ത് നിന്നിരുന്നത് പിണറായി വിജയനും VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. ഈ ഇടതുപക്ഷത്തെ ഈ വനിതാ മന്ത്രിമാരുടെ പാർട്ടി നേതാക്കന്മാരാണെന്ന് അയാൾ രാജിവെക്കാൻ വേണ്ടി നിന്നത്. അയാൾ പിന്നീട് പോയി LDFൽ വന്നു. അയാൾ മന്ത്രിയായി. അയാളുടെ പണി അയാൾ വീണ്ടും തുടർന്നു. 2014 അയാൾ വേറൊരു സ്ത്രീ വിവാഹം കഴിച്ചു. അവരുടെ പേരാണ് ബിന്ദു മേനോൻ. അവരിപ്പോൾ എന്താ പുറത്തു വന്ന് പറഞ്ഞത്? അവർ നട്ടുച്ച സമയത്ത് അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവരുടെ മന്ത്രിയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടവർ ഞെട്ടിപ്പോയി. നട്ടുച്ചയ്ക്ക് 2 മണിക്ക്. ഈ വനിതാ മന്ത്രിമാർ ഓർക്കണം. അതിൻ്റെ ചിത്രം അവരെടുത്തപ്പോൾ അതിൽ നിന്ന് അത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ സ്റ്റാഫിനോട് പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫ് കയ്യേറ്റം ചെയ്തു. അവരെ മുറി പൂട്ടിയിട്ടു. അവർ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു. പോലീസ് വന്നു. മൈൻഡ് ചെയ്യാതെ പോലീസ് പോയി. അവരെ കഴിഞ്ഞ കുറേ നാളായി മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുകയായിരുന്നു. അവരുടെ ഫോൺ ചോർത്തുകയായിരുന്നു. ഇതെല്ലാം അവർ പരസ്യമായി ചാനലിനോട് പറഞ്ഞതാണ്.
എല്ലാ തെളിവുകളും ഫോട്ടോയുമുണ്ട് എന്നവർ പറഞ്ഞാണ്. അപ്പം എല്ലാ തെളിവുകളുമുണ്ട്. ഈ വിടൻ്റെ, ഈ നരാധമൻ്റെ, ഈ പരമചെറ്റയുടെ വൃത്തികേടുകളെ സംബന്ധിച്ച് എല്ലാ തെളിവുകളും ആ സ്ത്രീയുടെ കയ്യിലുള്ളതാണ്. ഇനി വനിതാ മന്ത്രിമാർ കേൾക്കണ്ട ഇതൊക്കെ. അപ്പം ആരാണിവൻ? ഇവനൊരു കാമഭ്രാന്തനാണ്, ഇവനൊരു കാമവെറിയനാണ്. ഇവനിൽ എപ്പോഴും ഉത്തേജിതമായി നിൽക്കുന്ന വികാരം കാമമാണ്. കാമം എപ്പോഴും കാമം ഉത്തേജിച്ച് നിൽക്കുന്നവരെയല്ലേ നമ്മൾ കാമഭ്രാന്തൻ അല്ലെങ്കിൽ കാമവെറിയൻ എന്ന് നമ്മൾ പറയുന്നത്. ആ കാമവെറിയനെ, ആ കാമഭ്രാന്തനെ സംരക്ഷിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. എനിക്ക് ഈ വനിതാ മന്ത്രിമാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മന്ത്രിസഭയിൽ ഇതുപോലൊരു കാമവെറിയനും ഒരു കാമഭ്രാന്തനുമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിക്കാൻ കഴിയുക എന്നാണ് എനിക്ക് ഈ വനിതാ മന്ത്രിമാരോട് ചോദിക്കാനുള്ളത്. അവൻ പറയുകയാണ് എനിക്ക് 5000 പ്രണയങ്ങളുണ്ട്. 5000 പ്രണയങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവാൻ പറ്റുന്നത്? അത് കാമഭ്രാന്തല്ലേ. പ്രണയം ചിലപ്പോൾ 5, 6, 8, 10 ഒക്കെ വേണേൽ ഉണ്ടാവാം. 5000 എന്ന് പറഞ്ഞാൽ അത് പ്രണയമല്ല, കാമഭ്രാന്ത്, കാമവെറിയല്ലേ ഈ വനിതാ മന്ത്രിമാർ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് ഈ വനിതാ മന്ത്രിമാരായിട്ടുള്ള നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു കാമഭ്രാന്തനോടൊപ്പം കാമവെറിയനോടൊപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് മന്ത്രിസഭയിൽ ഇരിക്കാൻ കഴിയുന്നത്? ഉളുപ്പില്ലേ നിങ്ങൾക്ക് വനിതാ മന്ത്രിമാരെ? ലജ്ജയില്ലേ നിങ്ങൾക്ക്? ഇതുപോലൊരു കാമവെറിയനുമായി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത്? സ്ത്രീ സുരക്ഷയുടെ മുദ്രാവാക്യം പറയുന്ന മന്ത്രിസഭയല്ലേ നിങ്ങളുടെ മന്ത്രിസഭ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉളുപ്പും ലജ്ജയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാമഭ്രാന്തനോടൊപ്പം ഞങ്ങൾ മന്ത്രിസഭയിൽ ഇരിക്കില്ല എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളതൊന്നും പറയില്ല. കാരണം പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ കരിയില പോലെ വിറയ്ക്കുന്ന മന്ത്രിമാരാണ് ഈ വനിതാ മന്ത്രിമാർ എന്നും എനിക്ക് നല്ലപോലെ അറിയാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അറിയാം. എന്നാലും പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു വിഷയം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.